നമസ്കാരം. സിനിമാ പത്രപ്രവർത്തന രംഗത്ത് നിന്ന് സിനിമയിലേക്ക് കടക്കാൻ ഒരു എളുപ്പ വഴിയാണ്. അങ്ങനെ സിനിമയിലേക്ക് വന്ന് ചൂടുറപ്പിച്ചവർ നിരവധിയാണ്. ഒരു ബാലേന്ദ്ര മേനോനോ രഞ്ജി പണിക്കറോ അല്ല. അതിനേക്കാൾ മുമ്പേ കലൂർ ഡെന്നിസ് ജോസഫ്, ജോൺ പോൾ, ഇങ്ങനെ ഒരു വലിയ സംഘം മലയാള സിനിമയുടെ ഭാഗധേയം നിർണ്ണയിക്കുന്ന തരം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചലച്ചിത്ര പത്രപ്രവർത്തന രംഗത്ത് നിന്ന് സിനിമയിലേക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. അങ്ങനെ വന്ന നിരവധി പേരുണ്ട്. അപ്പോൾ ഞാൻ ആ പേരുകൾ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ പുതിയ കാലത്തും ഇപ്പോൾ മുരളി ഗോപി, ഇന്ദു ഗോപൻ, അങ്ങനെ ആ നിര നീളുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞു വന്നത്, വെള്ളി നക്ഷത്രത്തിൻ്റെ തുടക്കകാലത്ത് സംവിധായകൻ ജോഷിയുമായി ഞങ്ങൾക്കൊരടുപ്പമുണ്ടായിരുന്നു. കാരണം വളരെ കേരള കൗമുദിയോടും കലാകൗമുദിയോടും ഒക്കെയുള്ള ഒരു ആഭിമുഖ്യവും ഒരു സ്നേഹവും, പിന്നെ അദ്ദേഹത്തിൻ്റെ അക്കാലത്തെ പ്രശസ്തമായ സിനിമകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളുമൊക്കെ വെള്ളി നക്ഷത്രം ഗംഭീരമായി കൊടുക്കുകയും അങ്ങനെ ഒരു സൗഹൃദം അതിനകത്ത് ഉണ്ടായി. അപ്പോൾ അതിൽ പ്രധാനം കേരള കൗമുദിയുടെ റിപ്പോർട്ടറായിരുന്ന, പൊളിറ്റിക്കൽ കറസ്പോണ്ടൻ്റായിരുന്ന അക്കാലത്ത് കെ ബാലചന്ദ്രൻ, പിന്നെ രാജീവ്, AR രാജീവ് കുമാർ, അങ്ങനെ സീനിയറായിട്ടുള്ള പത്രപ്രവർത്തകർ ഈ വെള്ളി നക്ഷത്രത്തിന് വേണ്ടി ഇതുപോലെ ജോഷിയെപ്പോലുള്ള പ്രമുഖ സംവിധായകരുടെ ലൊക്കേഷനിൽ കവർ ചെയ്യാൻ പോവുകയും അങ്ങനെ അവരുമായി ഒരു സൗഹൃദം ഉണ്ടാകുകയും ഞാനും അവരോടൊപ്പം പോവുകയും അങ്ങനെ എനിക്കും ഒരു സൗഹൃദം വളർന്നു വരികയും ചെയ്തു. അപ്പോൾ ഈ വെള്ളി നക്ഷത്രത്തിൻ്റെ തുടക്കകാലത്ത് നമ്മളെല്ലാം അതിൻ്റെ ഒരു ആവേശമുള്ളൊരു കാലമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എഡിറ്റോറിയൽ മീറ്റിങ്ങും ചർച്ചകളും സൗഹൃദ സദസ്സുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ എഡിറ്റർ പ്രസാദലക്ഷ്മണും അങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് കൗരവരുടെ ചിത്രീകരണം തിരുവനന്തപുരത്ത് നടക്കുന്നത്. അപ്പോൾ കൗരവർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മമ്മൂട്ടി നായകനാകുകയും തിലകൻ, വിഷ്ണുവർദ്ധൻ, കരടി പ്രഭാകർ, അഞ്ജു, ഇങ്ങനെ ഒരു വലിയ താരനിരയുണ്ട്, ബാബു ആൻ്റണി, ഇങ്ങനെ വലിയൊരു താരനിര ആ സിനിമയിലുണ്ട്. അപ്പോൾ അവരെല്ലാം പരിചയപ്പെടുകയും അങ്ങനെ നമ്മൾ അതിൻ്റെ ലൊക്കേഷനിൽ പോവുകയും അതിൻ്റെ ചിത്രീകരണത്തിൻ്റെ ശൈലികളൊക്കെ മനസ്സിലാക്കുകയും ജോഷിയേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന സംവിധായകൻ ജോഷി വളരെ സ്നേഹപൂർവ്വം നമ്മളെ അവിടെ കരുതുകയും നമ്മളെ ഒപ്പമിരുത്തി ആഹാരം തരികയും അങ്ങനെ ഒരു സ്നേഹവാത്സല്യം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത സിനിമയ്ക്കുള്ള ഒരു തിരക്കഥ, ഒരു കഥ വേണം എന്നുള്ളൊരു ചർച്ച കെ ബാലചന്ദ്രനുമായിട്ട് ജോഷി സംസാരിച്ചത്. അപ്പോൾ ഇത് സിനിമയിലേക്കുള്ളൊരു വഴി തുറക്കലാണല്ലോ എന്നുള്ള ഒരു വലിയ സ്വപ്നം ആയിരുന്നു. അപ്പോൾ ഒരു വിമൻസ് കോളേജും അതിനെ ചുറ്റിപ്പറ്റി മുത്തുകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ബാസ്കറ്റ്ബോൾ കോച്ചും ഒരു പ്രണയവും അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്നുള്ള നിലയിൽ ബോംബെയിലെ ഒരു അണ്ടർവേൾഡും ഒക്കെ വരുന്ന തരത്തിലൊരു ആക്ഷൻ, ജോഷിക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു ആക്ഷൻ സിനിമയുടെ ത്രെഡ് രൂപപ്പെടുത്തി. അത് NV അജിത്ത് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് അതിൻ്റെ ലൈൻ ഉണ്ടാക്കി. അങ്ങനെ എല്ലാവരും ചേർന്നൊരു സിനിമയുടെ ഒരു സിനിമയ്ക്കുള്ളിലേക്ക് കടക്കുമോ എന്ന് തോന്നിക്കുന്ന തരത്തിലെ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടായി. അപ്പോൾ സംവിധായകൻ ജോഷി പറഞ്ഞിടത്ത് തന്നെ നിന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു തിരക്കഥ അല്ലെങ്കിൽ ഒരു കഥ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കാം. അപ്പോൾ ബാലചന്ദ്രനും രാജീവും, നമ്മുടെ എഡിറ്ററുടെ നിർദ്ദേശപ്രകാരം സീനിയറായിട്ടുള്ള 2 പ്രമുഖ പത്രപ്രവർത്തകർ ഈ സിനിമയുടെ കഥ പറയുവാനായിട്ട് മദ്രാസിലേക്ക് പോവുകയാണ്. അപ്പോൾ സിനിമയ്ക്ക് ഇത് ഒരു പക്ക പ്രോജക്റ്റാണ്. അപ്പം ജോഷിയുടെ അടുത്ത പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ സിനിമ കഴിഞ്ഞാൽ അടുത്ത പ്രോജക്റ്റ്, അങ്ങനെ വലിയ നിർമ്മാതാക്കളും എല്ലാം നിൽക്കുന്നൊരു കാലമാണ്. അപ്പം അന്ന് M മണിയാണ് അടുത്ത പ്രോജക്റ്റ് ചെയ്യുന്നത് കൗരവർക്ക് ശേഷം. അപ്പോൾ അതിന് ഇവിടുന്ന് 2 തിരക്കഥാകൃത്തുക്കളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ബാലചന്ദ്രനും രാജീവും അന്ന് കേരള കൗമുദിയിൽ M മണിയുടെ ഒരു അംബാസഡർ കാർ വന്ന് അവരെ അതിൽ വിളിച്ചുകൊണ്ട് പോവുകയാണ്. പോയി ചെന്നൈ മെയിലിൽ AC ടിക്കറ്റ് എടുത്ത് അവർ AC ചെന്നൈയിലേക്ക് യാത്രയായി. അപ്പോൾ അങ്ങനൊരു യഥാർത്ഥത്തിൽ വളരെ എളുപ്പത്തിലൊരു സിനിമ സ്വപ്നം പൂവണിയുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ആഹ്ലാദിച്ചു. എനിക്കും പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ എഡിറ്റർ പ്രസാദലക്ഷ്മൺ നമ്മളെ ഒഴിവാക്കി നിർത്തി. ഇപ്പോൾ പോകണ്ട, അവർ പോകട്ടെ. അങ്ങനെ അവർ പോയി. ചെന്നൈയിലെത്തിയ രാജീവിനെയും ബാലേന്ദ്രനെയും ജോഷി സ്വീകരിച്ചു. അരോമയുടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു. അപ്പോൾ അരോമയുടെ ഗസ്റ്റ് ഹൗസിൽ എന്ന് പറഞ്ഞാൽ രാവിലെയും ഉച്ചയ്ക്കും എല്ലാം പ്രൊഡക്ഷൻ ഫുഡ് അവർക്ക് ചെല്ലുന്നു. അപ്പോൾ ഇവർ കഥയുടെ ഡിസ്കഷനും കാര്യങ്ങളുമാണ്. വൈകുന്നേരം സംവിധായകൻ ജോഷി വരും.
അങ്ങനെ ജോഷി ഒന്നിച്ച് ഇവർ പുറത്തേക്ക് പോവും. കഥയുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഇവർക്ക് അവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടലിൽ കൊണ്ടുപോയി ഡിന്നറും ഒക്കെ വാങ്ങി കൊടുത്തിട്ട് ഇവർ തിരിച്ചു വരും. അങ്ങനെ ഒരു 3-4 ദിവസം ഈ ഡിസ്കഷനും എല്ലാം കഴിഞ്ഞിട്ട് കഥ ഏറെക്കുറെ ഓക്കെ ആയി. സംവിധായകൻ ജോഷി ഇവർക്ക് 1-2 ഇംഗ്ലീഷ് സിനിമയുടെ കാസറ്റുകൾ നൽകി. അപ്പോൾ ഈ കാസറ്റുകളിൽ ഇതിൻ്റെ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ഇത് കണ്ട് രൂപപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശവും നൽകി ഇവർ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ മമ്മൂട്ടി നായകനാകുന്ന, അരോമ നിർമ്മിക്കുന്ന, ജോഷി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയുടെ പ്രോജക്റ്റിൻ്റെ അണിയറ പ്രവർത്തനമാണ് നടന്നത്. അപ്പോൾ ഇങ്ങനെ ഇവർ തിരിച്ച് വീണ്ടും ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രത്ത് വന്നു. ഇവർ ജോലിയിൽ വ്യാപൃതരായി. സാധാരണ സിനിമയിലെ ഒരു കഥ പറയാൻ പോയാൽ ആ കഥയിൽ എന്തെങ്കിലും തട്ടുകേടുണ്ടെങ്കിൽ അത് തിരുത്തുകയോ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുകയോ വീണ്ടും അതിനെ ഫോഴ്സ് ചെയ്ത് അതിനകത്ത് നിന്ന് ആ സിനിമ ഉണ്ടാക്കിയെടുക്കുക. ഇതിപ്പോൾ എല്ലാം കൈവെള്ളയിൽ വെച്ചതുപോലെ വന്ന് നിന്ന് 2 യുവ എഴുത്തുകാർ ഇവർ തിരിച്ച് കേരളാവധിയിൽ വന്ന് ഇവരുടെ ജോലിയിൽ വ്യാപൃതരായി. ഇവർ ആ സിനിമയുടെ കാര്യം അങ്ങ് മറന്നു. പിന്നീട് ചോദിച്ചപ്പോൾ ഇവർ പിന്നെ ഒരു കാസറ്റൊക്കെ തന്നു. ഇവരത് കണ്ട് പിന്നെ അതിൻ്റെ ക്ലൈമാക്സ് എഴുതി ഫോളോ ചെയ്തില്ല. അപ്പോൾ ഈ കൗരവർ കഴിഞ്ഞിട്ട് അടുത്ത സിനിമ എന്നുള്ള രീതിയിൽ മമ്മൂട്ടിയുടെ ഡേറ്റുള്ള ജോഷി അടുത്ത അതിൻ്റെ പണികളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇവരതിനനുസരിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ആ സിനിമ പതുക്കെ ഇവരുടെ കയ്യിൽ നിന്ന് വഴുതി മാറിപ്പോയി. ഈ കഥയും ഈ സിനിമയും അങ്ങ് വഴുതി മാറിപ്പോയി. അപ്പോൾ ഇടയ്ക്ക് അപ്പം ഇതിൻ്റെ നിർമ്മാതാവായിരുന്ന പ്രശസ്ത നിർമ്മാതാവ് അരോമ മണി ഇതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് യഥാർത്ഥത്തിൽ ഈ 2 ചെറുപ്പക്കാർ വന്ന് കഥ പറഞ്ഞല്ലോ, അപ്പോൾ പ്രൊഡ്യൂസറും അതിൻ്റെ സാന്നിധ്യമുണ്ട്, അദ്ദേഹമാണ് ഈ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ചെറിയ പിള്ളേരാ അവർ ഇത് എടുത്ത് പൊക്കത്തില്ല ഈ സബ്ജക്റ്റ്. മമ്മൂട്ടി ജോഷിയുടെ ഒരു സിനിമ എടുത്ത് പൊക്കാനുള്ള ഒരു ഹെവി വെയിറ്റ് പൊക്കാനുള്ള കപ്പാസിറ്റി ഇല്ല ഈ പിള്ളേർക്ക്, അതുകൊണ്ട് ശരിയാവത്തില്ലെന്ന് പറഞ്ഞ് എം മണി ആണ് അതിൻ്റെ ഒരു ഉത്തരം തന്നത്. പിന്നെ പൊടുന്നനെ ഇതിനകത്ത് ഈ എസ്.എൻ. സ്വാമിയുടെ ഒരു കഥ വരികയും അങ്ങനെ ധ്രുവം എന്ന് പറഞ്ഞ സിനിമ, അതിനെ തുടർന്ന് ആ ധ്രുവം എന്ന് പറഞ്ഞ സിനിമ ജനിക്കുന്നു അവിടെ നിന്നാണ്. അങ്ങനെ ഈ ഇവരുടെ സിനിമാ മോഹം പൊലിയുകയും അവർ പത്രപ്രവർത്തന രംഗത്തേക്ക് തിരിയുകയും അങ്ങനെ ഒരു നഷ്ട സ്വപ്നത്തിൻ്റെ കഥ. അതാണ് ആ ജോഷിയുടെ ഒരു സൗഹൃദത്തിൽ നിന്ന് രൂപം കൊണ്ട ഒരു വലിയ സ്വപ്നം അവസാനം ഒരു നഷ്ട സ്വപ്നമായി മാറിയ ഒരു കഥ.